ഹായ് എവ്രി വൺ. അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന്റെ തിയറി പാർട്ട് ചെയ്തു, കുറച്ച് എക്സാമ്പിൾ ചോദ്യങ്ങളും ചെയ്തു. ഇനി നമ്മൾക്ക് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ഈ റിലേഷൻസിനെ കുറിച്ചുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ്. NCERT-യിലെ എല്ലാ എക്സസൈസ് ചോദ്യങ്ങളും 9 ചോദ്യങ്ങളുണ്ട്. വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് അങ്ങ് ചെയ്തു പോകാം. ഓക്കെ, സോ ലെറ്റ് എ ഇസ് ഈക്വൽ ടു ഒരു ഒറിജിനൽ സെറ്റ് എ തന്നിട്ടുണ്ട്, 1 2 3 4 എക്സെട്ര 14. ഡിഫൈൻ എ റിലേഷൻ ഫ്രം എ ടു എ, അതായത് ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും എ തന്നെയാണ്. റിലേഷൻ ഫ്രം എ ടു എ ആണ്, എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ ആണ്. ആൻഡ് റിലേഷൻ ഇസ് ഡിഫൈൻഡ് ബൈ എക്സ് കോമ വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഇസ് 0. അതായത് 3x ഇസ് ഈക്വൽ ടു വൈ. മനസ്സിലായല്ലോ? y എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് x ആണ്. അതായത് രണ്ടാമത്തെ എലിമെന്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ എലിമെന്റിന്റെ 3 തവണയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി തുടങ്ങി കഴിഞ്ഞാൽ റിലേഷനെ ഒന്ന് എഴുതി നോക്കാം. റിലേഷൻ എക്സ് 1 വരുമ്പോൾ y എന്ത് വരും? y ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 1, അതായത് 1,3 എന്ന് വരും. എക്സ് 2 വരുമ്പോൾ ഇത് 2 ഇൻറ്റു 3, അതായത് 6 എന്ന് വരും. എക്സ് 3 വരുമ്പോൾ 3 ഇൻറ്റു 3 9 എന്ന് വരും, അല്ലെ? വൈയുടെ വാല്യൂ. കാരണം ഇതാണ് റിലേഷൻ കണക്ടിങ് ഫസ്റ്റ് എലമെന്റ് ആൻഡ് സെക്കൻഡ് എലമെന്റ്. എന്താണ്? ഫസ്റ്റ് എലമെന്റ് ആയ എക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സെക്കൻഡ് എലമെന്റ് കിട്ടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 4 വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? 12 വരും. 5ലേക്ക് കടക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? 5 ഇൻറ്റു 3 എന്ന് പറയുന്നത് 15 ഈ സെറ്റിൽ പെടുന്നില്ല. കാരണം ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും എ തന്നെയാണ്. അതായത് ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും എയിൽ തന്നെ ഉള്ളതാകണം. അതായത് മാക്സിമം 14 വരെ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ എക്സിന് 5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ y വാല്യൂ 15 വരും. അതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ ഇതായിരിക്കണം റിലേഷൻ. ഇനി എന്തൊക്കെയാ നമുക്ക് ഇതിന്റെ എഴുതേണ്ടത്? ഇതിന്റെ ഡൊമെയിൻ എഴുതണം. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഡൊമെയിൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് അല്ലേ? അതായത് 1 2 3 4, ഇതാണ് ഡൊമെയിൻ. ഇനി എന്താണ് കോഡൊമെയിൻ? കോഡൊമെയിൻ എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം. കോഡൊമെയിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സെക്കൻഡ് സെറ്റ് ആണ്. അതായത് കംപ്ലീറ്റ് സെറ്റ് എ തന്നെയാണ്. ഈ സെറ്റ് എ കംപ്ലീറ്റ്ലി കോഡൊമെയിൻ ആയിട്ട് വരും. കാരണം ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഫ്രം എ ടു എ. സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് എ തന്നെയാണ്. അതാണല്ലോ കോഡൊമെയിൻ എന്നും പറയുന്നത്, അല്ലെ? അടുത്തത് നമുക്ക് റേഞ്ച് എന്താണെന്ന് നോക്കാം. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് സെക്കൻഡ് എലമെന്റ്സ് അല്ലേ? അതായത് 3 വരും, 6 വരും, 9 വരും, 12 വരും. ഇതായിരിക്കണം നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാം ആയാലും ഡൊമെയിന്, കോഡൊമെയിന്, റേഞ്ച് എല്ലാം ആയി. അടുത്ത ഡിഫൈൻ എ റിലേഷൻ ആർ ഓൺ ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലാണ്. അതായത് എക്സിന്റെ വാല്യൂ, നാച്ചുറൽ നമ്പേഴ്സ് എവിടെ നിന്ന് തുടങ്ങുന്നത്? 1 2 3 എക്സെട്ര അങ്ങ് പൊക്കോണ്ടേയിരിക്കും. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4. ഓക്കെ, എക്സ് 4നെക്കാട്ടിലും ചെറുതായിരിക്കണം. അതായത് എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും? 1 2 ആൻഡ് 3 മാത്രമേ എക്സ് എടുക്കാൻ പറ്റുള്ളൂ. ഡെപ്പിറ്റ് ദിസ് റിലേഷൻ യൂസിങ് റോസ്റ്റർ ഫോം. സോ റിലേഷനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എക്സ് 1 എഴുതി കഴിഞ്ഞാൽ y എന്തെന്ന് വരും? y ഇസ് ഈക്വൽ ടു 1 പ്ലസ് 5, അതായത് 6 എന്ന് വരും. എക്സ് 2 ആയി കഴിഞ്ഞാലോ അത് 7 എന്ന് വരും. എക്സ് 3 ആയി കഴിഞ്ഞാലോ 8 എന്ന് വരും. എക്സ് 4 ആയി കഴിഞ്ഞാലോ 4 ആകാൻ പറ്റില്ല. കാരണം നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4 എന്നാണ് പറയുന്നത്. അന്നേരം എക്സിന്റെ വാല്യൂ 4ൽ 3യിൽ കൂടാൻ പാടില്ല, 4 ആകാൻ പാടില്ല. ഓക്കെ, സോ ഇതായിരിക്കണം റോസ്റ്റർ ഫോം. അടുത്തത് നമുക്ക് ഇതിന്റെ ഡൊമെയിൻ എന്താണ്? ഡൊമെയിൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് ആണ്. അത് 1 2 3 വരും. ഇതിന്റെ റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് സെക്കൻഡ് എലമെന്റ്സ് ആണ്. 6 7 ആൻഡ് 8 ആണ് ഇതിന്റെ റേഞ്ച്. സോ ഡൊമെയിനും കിട്ടി, റേഞ്ചും കിട്ടി. നമുക്ക് കാര്യം പിടികിട്ടിയല്ലോ. അടുത്തത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു ബി ബൈ ആർ ഇസ് ഈക്വൽ ടു എക്സ് കോമ വൈ സച്ച് ദാറ്റ് the difference between x and y is odd, where x belongs to a and y belongs to b. Write r in the roster form. Okay, എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് ഓഡ് ആയിരിക്കണം. എക്സ് എവിടുന്ന് വരും? ഇവിടുന്ന് എക്സ് വരാൻ പറ്റൂ. വൈ എവിടുന്ന് വരും? വൈ ഇവിടുന്ന് വരും. നമുക്ക് എടുത്തു നോക്കാം. ഇപ്പൊ എക്സ് 1 എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയായിട്ട് എഴുതാൻ പറ്റും? 1ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് ഓഡ് നമ്പർ ആണല്ലോ 3. 1ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസും 5 ആണ്, ഓഡ് നമ്പർ ആണ്. 1ഉം 9ഉം പാടില്ല, കാരണം അത് ഡിഫറൻസ് ഈവൻ നമ്പർ ആയിപ്പോ. നമ്മൾ 2 എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയായിട്ട് പറ്റും? 2ഉം 4ഉം പറ്റില്ല, 2ഉം 6ഉം പറ്റില്ല, 2ഉം 9ഉം പറ്റും. 2ഉം 9ഉം എടുത്തു കഴിഞ്ഞാൽ അത് ഡിഫറൻസ് ഓഡ് ആകുമല്ലോ, 7 ആകും. അടുത്തത് 3ക്ക് ഏതൊക്കെ പറ്റും? 3ക്ക് 4 പറ്റും, 3ക്ക് 6 പറ്റും ഡിഫറൻസ് ഓഡ് വരാനായിട്ട്. 5ന് ഏത് പറ്റും? 5ന് 6 മാത്രമേ വരത്തുള്ളൂ ഡിഫറൻസ് ഓഡ് വരാൻ. സോ ഇതായിരിക്കണമല്ലോ ഇതിന്റെ റോസ്റ്റർ ഫോം. ഇത്രയല്ലേ ഉള്ള കാര്യം. ഇപ്പൊ 1 4 1 6 2 9 ഓർക്കുക, ഫസ്റ്റ് എലമെന്റ് ഷുഡ് കം ഫ്രം എ, സെക്കൻഡ് എലമെന്റ് ഷുഡ് കം ഫ്രം ബി എന്നാണല്ലോ.
The figure shows a relationship between the sets P and Q. Write this relation in set builder form and in roster form. ആദ്യം നമുക്ക് റോസ്റ്റർ ഫോം എഴുതാം. ഓക്കെ, റോസ്റ്റർ ഫോമിൽ എന്താണ്? 5നെ 3യുമായിട്ട് മാപ്പ് ചെയ്തേക്കുന്നു, 6നെ 4ുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു, അടുത്ത 7നെ 5ുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. ഇതാണ് റോസ്റ്റർ ഫോം. ഇത് നമ്മളുടെ റിലേഷൻ എന്താ? ഇത് രണ്ടും നമ്മളുടെ ഡിഫറൻസ് 2 എന്ന് കിട്ടുന്നില്ലേ? അതായത് x is equal to y plus 2 അല്ലെ? സോ ഇതിന് നമുക്ക് എന്തെങ്കിലും എഴുതാം. ഇതിന് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ x, y സച്ച് ദാറ്റ് x is equal to y plus 2 എന്ന് നമുക്ക് എഴുതാം. ഈ സെക്കൻഡ് എലമെന്റിനെക്കാട്ടിലും 2 കൂടുതലാണല്ലോ ഇവിടെയെല്ലാം അല്ലെ? പിന്നെന്താ വേണമെങ്കിൽ എക്സ്ട്രാ എന്താ എഴുതാം? x belongs to p എന്നും നമുക്ക് എഴുതാം. x belongs to p and y belongs to q എന്നും ആഡ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ? ഇതായിരിക്കണം ഇതിന്റെ ഇത്. വാട്ട് ഇസ് എ ഡൊമെയിൻ? ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് അല്ലേ? അതായത് പിയിലുള്ള എല്ലാം തന്നെ ഇതിന്റെ അകത്ത് വിടുന്നുണ്ടല്ലോ. 5, 6ഉം 7ഉം ഡൊമെയിൻ ആയിട്ട് വരും. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് സെക്കൻഡ് എലമെന്റ്സ് അല്ലേ? സെക്കൻഡ് എലമെന്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? 3ഉം 4ഉം 5ഉം വരും. സോ ഇതായിരിക്കണം റേഞ്ച് എന്ന് പറയുന്നത്. പിടിയിട്ടല്ലോ? അടുത്തത്, let A is equal to 1, 2, 3, 4, 6. Let R be a relation on A defined by set of all ordered pair A, B such that A and B belongs to capital A. B is exactly divisible by A. B A യിൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം. ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും എയിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ 1ഉമായിട്ട് പറ്റുമല്ലോ? പറ്റും. 1ഉം 2ഉം പറ്റും, കാരണം 2 is divisible by 1. അടുത്തത് 1 3യുമായിട്ടും പറ്റും, 1 4ഉമായിട്ടും പറ്റും, 1 6ഉമായിട്ടും പറ്റും, എല്ലാവരും 1 പറ്റും. അത് നമ്മളിപ്പോ 2 എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ പറ്റും? 2ഉം 4ഉം പറ്റും, 2ഉം 6ഉം പറ്റും. ഇതല്ലേ ഉള്ളൂ ഡിവിസിബിൾ ആയിട്ടുള്ളത്, ശരിയല്ലേ? അടുത്തത് 3 എടുത്തു കഴിഞ്ഞാൽ 3ഉം 6ഉം മാത്രമല്ലേ ഡിവിസിബിൾ ആയിട്ട് പറ്റത്തുള്ളൂ. ബി ഇസ് എക്സാക്ട്ലി ഡിവിസിബിൾ ആയിട്ടുള്ള. 4 കൊണ്ടും ഒന്നും പറ്റില്ല, 6 കൊണ്ടും എന്നും പറ്റില്ല, അല്ല പറ്റും. 3 പിന്നെ 1ഉം 1ഉം പറ്റി, 2ഉം 2ഉം പറ്റും, അത് മറക്കരുത്. 2ഉം 2ഉം പറ്റുമായിരുന്നു. അതേപോലെ തന്നെ 3ഉം 3ഉം പറ്റുമായിരുന്നു. 4ഉം 4ഉം പറ്റും, പിന്നെ 6ഉം 6ഉം പറ്റും അല്ലെ? ഇത്രയല്ലേ പോസിബിൾ. രണ്ടാമത്തെ എലമെന്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ ദ ഫസ്റ്റ് എലമെന്റ്. സോ ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ എഴുതുന്നത്. ഇതായിരിക്കണം റോസ്റ്റർ ഫോം. ഇതിന്റെ ഡൊമെയിൻ എന്തെന്ന് എഴുതാൻ പറ്റും നമുക്ക്? ഡൊമെയിൻ കളക്ഷൻ ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് ആണ്. 1 പറ്റിയിട്ടുണ്ട്, 2 പറ്റിയിട്ടുണ്ട്, 3 പറ്റിയിട്ടുണ്ട്, 4 പറ്റിയിട്ടുണ്ട്, 6 വരുന്നുണ്ട്. കംപ്ലീറ്റ് സാധനം വന്നിട്ടുണ്ട്. ഇനി റേഞ്ച് എന്ന് പറയുന്നത് റേഞ്ചും 1, 2, 3, 4, 6 എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഡൊമെയിനും റേഞ്ചും എല്ലാം തന്നെ സെയിം ആയിട്ട് തന്നെ കംപ്ലീറ്റ് സെറ്റ് എ ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കാര്യം പിടികിട്ടിയല്ലോ എല്ലാവർക്കും? സോ ഇതായിരുന്നു 5th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു ചോദ്യമാണ്. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ഇതൊരു ഇത്രയും കാര്യം ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് കുറച്ച് നിങ്ങൾ തന്നു തുടങ്ങണമല്ലോ. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും ഈ ചോദ്യം ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. 6th ചോദ്യം. അടുത്ത നമുക്ക് 7th ചോദ്യത്തിലേക്ക് കിടക്കാം. Write the relation R is equal to set of all ordered pair x, x cube. So first element x ഉം second element x cube ആണ്. Such that x is a prime number less than 10. So x 2 വന്നു കഴിഞ്ഞാൽ y എന്തെന്ന് വരും? 8 എന്ന് വരും, 2 ക്യൂബ് എന്ന് വരും. അടുത്ത 3യും ഒരു പ്രൈം നമ്പർ ആണല്ലോ, അതിന്റെ ക്യൂബ് 27 കിട്ടി. 4 പറ്റില്ല, 5 പറ്റും, 125. അടുത്ത പ്രൈം നമ്പർ ലെസ് ദാൻ 10 ഏതാണുള്ളത്? 7 ഉണ്ടല്ലേ? 7 49 into 7 343 അല്ലേ? അതല്ലേ പറ്റത്തുള്ളൂ. 8ഉം 9ഉം പ്രൈം നമ്പേഴ്സ് അല്ല. സോ ഇതായിരിക്കണം നമ്മുടെ റോസ്റ്റർ ഫോം ഓഫ് ദിസ് റിലേഷൻ. ദിസ് റിലേഷൻ ഫസ്റ്റ് എലമെന്റ് എക്സ് ഒരു പ്രൈം നമ്പർ ആണ്, ലെസ് ദാൻ 10 ആണ്, 2, 3, 5, 7 ആണ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10. അതിന്റെ ക്യൂബുകളായിരിക്കണം സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത്. സോ റിലേഷൻ ഇതാണ്. ഇതിന് ഒന്നും കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡൊമെയിൻ എന്തെന്ന് എഴുതും? 2, 3, 5, 7 എന്ന് എഴുതും. റേഞ്ച് എന്തെന്ന് എഴുതും? 8, 27, 125 and 343 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാമല്ലോ. Let A is equal to x, y, z and b is equal to 1, 2. Find the number of relation. Number of relation എന്താണ്? 2 raised to p into q, where p is the number of elements in A, അതായത് 3, number of elements in B 2. 2 raised to number of elements in A into number of elements of B അല്ലേ? p എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തിയറിയിൽ എടുത്ത നൊട്ടേഷൻ എടുത്തതേ ഉള്ളൂ. ടെക്നിക്കലി എന്താണ്? 2 raised to number of elements of A into number of elements of B.
So 2 raised to 6. 2 raised to 6 എന്ന് പറയുന്നത് 64 അല്ലേ ആൻസർ? So the correct answer should be 64 here. Yeah. Another, let R be a relation on Z defined by R is equal to A comma B such that A, B belongs to Z, A minus B is an integer. Find the domain and range. Okay. See, നമുക്കറിയാം എയും ബിയും ഇൻറ്റീജേഴ്സ് ആണ്. എ മൈനസ് ബി എനി ടു ഇൻറ്റീജേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് ഓൾവേസ് എന്തായിരിക്കും? ഇൻറ്റീജർ ആയിരിക്കും. എക്സാമ്പിൾ 100ഉം 150 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് ഒരു ഇൻറ്റീജർ തന്നെ ആയിരിക്കും. -150 -1000 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് ഇൻറ്റീജർ എന്നാണ്. ഇനി രണ്ട് ഇൻറ്റീജർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് ഓൾവേസ് ഇൻറ്റീജർ ആയിരിക്കും. അന്നേരം ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഇൻറ്റീജേഴ്സിനെയും അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ഡൊമൈനും സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് തന്നെ ആയിരിക്കും, റേഞ്ചും സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്, ബിക്കോസ് എല്ലാ നമ്പറിനും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഡൊമൈനും സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ആയിരിക്കും, റേഞ്ചും സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്, ബിക്കോസ് എല്ലാ ഇൻറ്റീജേഴ്സും ഈ ഒരു റിലേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിട്ട് തന്നെ വരും. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ എല്ലാവർക്കും? ഇതായിരുന്നു 9th ചോദ്യം. ഇത്ര 9 ചോദ്യങ്ങളേ ഉള്ളൂ. ഒരു ചോദ്യം സിമ്പിൾ, ഒരു ചോദ്യം നമ്മൾ ഹോംവർക്ക് ആയിട്ടും തന്നു. എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് ഉടനെ തന്നെ ഫംഗ്ഷൻസിന്റെ തിയറിയും ഫംഗ്ഷൻസിന്റെ ക്വസ്റ്റ്യൻസും എല്ലാമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതിനുശേഷം ഫംഗ്ഷൻസിന്റെ IIT JEE യുടെ ജഗപൊക അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതുവരെയും കാണാം. ബൈ ബൈ, ഹാവ് എ നൈസ് ടൈം.